നമസ്കാരം. ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിനെതിരെ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം. മറ്റൊരു ഗിയർ ഇട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ഭീകരവാദ രാഷ്ട്രം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ലെബനോനിലാണ്. ലെബനോനിലെ ബെയ്റൂട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഹിസ്ബുള്ളയുടെ വർഷങ്ങളായിട്ട് അവരുടെ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കമാൻഡോ, ഈ ഹിസ്ബുള്ളയുടെ രണ്ടാമത്തെ തലവൻ എന്ന് പറയാം, ഉള്ള പേര് ഇബ്രാഹിം അക്കീൽ എന്നാണ്. ഈ ഇബ്രാഹിം അക്കീൽ വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിനുപരി അമേരിക്കയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു ഭീകരവാദ നേതാവാണ്. ഇയാളുടെ ഒരു കലാപരിപാടി 1983 തന്നെ ചരിത്ര പ്രസിദ്ധമാണ്. 1983 US എംബസി ഈ പറയുന്ന ബെയ്റൂട്ടിൽ, തെക്കൻ ബെയ്റൂട്ടിലെ ലെബനോനിലെ ഇവിടെ ആക്രമിച്ച് അവരുടെ 67ഓളം US പൗരന്മാരെ അന്ന് കൊലപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തത് ഇതോടൊപ്പം തന്നെ ലെബനോനിലെ 241 നാവികന്മാർ, ഈ അമേരിക്കൻ നാവികന്മാരെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള കേസ് എന്നല്ല, ആ ഒരു ഭീകരാക്രമണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധി കേന്ദ്രമായിരുന്നു ഇയാളുടെ നേതൃത്വത്തിലാണ് അതൊക്കെ നടന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ $7 മില്യൺ ഈ പറയുന്ന ഈ ഇബ്രാഹിം അക്കീലിന്റെ തലക്ക് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടാണ്. അപ്പോൾ അന്ന് മുതൽക്കേ അമേരിക്ക തെരഞ്ഞെടുക്കുന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ ഈ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇബ്രാഹിം അക്കീൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. തെക്കൻ ബെയ്റൂട്ടിൽ വെച്ചുകൊണ്ടൊരു വ്യോമാക്രമണത്തിൽ ഇങ്ങേരുടെ കലാപരിപാടി തീർത്തിരിക്കുകയാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ ഹമാസിന് പിന്തുണ കൊടുത്തിരുന്ന കുറെ ആളുകളുണ്ട്. ഹമാസ് ഒരു പോരാട്ട സംഘടനയാണ്, പോരാളിയാണ്. ഇപ്പൊ ഹിസ്ബുള്ളയെ ഏത് രീതിയിൽ ഇവിടുത്തെ ചില ആളുകൾ വ്യാഖ്യാനിക്കുമെന്നുള്ളത് നമ്മൾക്കാർക്കും അറിയില്ല. കാരണം അതുപോലെയുള്ള ഒരു സംഭവവും പ്രചരണവും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ള വലിയ രീതിയിലുള്ള പ്രശ്നം ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി എടുക്കും, അതോടൊപ്പം തന്നെ ഇറാൻ എടുത്തുകൊണ്ടിരിക്കും. ഇറാൻ ഇപ്പോൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടി എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് പ്രസ്താവന നടത്തി കഴിഞ്ഞിരിക്കുന്നു, ഇസ്രായേലിനെതിരെ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒന്നിച്ചുകൊണ്ട് വലിയ യുദ്ധം നടത്തണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് പോവുകയാണ്. പക്ഷെ എവിടെയും ഒരു രീതിയിലുമുള്ള സപ്പോർട്ട് ഇസ്രായേലിനെതിരെ ആരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം ഇസ്രായേൽ എപ്പോഴും ആക്രമിക്കുന്നത്, പാലസ്തീനിൽ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഹമാസിന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ, അത് ഗാസ ആയിക്കോട്ടെ, ഖാൻ യൂനിസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ റഫ ആയിക്കോട്ടെ. ഇപ്പോൾ റഫയുടെ പേര് എല്ലാവർക്കും വലിയ കുപ്രസിദ്ധമാണ്. ഗാസ പോലെ തന്നെ റഫയും വലിയ രീതിയിൽ ലോകം മുഴുവൻ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ റഫയിലേക്കാണ്. ഇപ്പോൾ റഫയൊക്കെ വിട്ടിട്ട് എല്ലാവരുടെയും കണ്ണിനി ഈ പറയുന്ന തെക്കൻ ലെബനോനിലേക്ക് പോകണമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ശക്തമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. ഒരു രീതിയിലുമുള്ള കോംപ്രമൈസ് ഇല്ല. തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി തങ്ങൾ മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥതകൾ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലുകൾ വിട്ടുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കും. ഒരു കുഞ്ഞു മരിച്ചിരുന്നു, ഒരു 7 വയസ്സുകാരൻ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഇസ്രായേലിൽ ഇവരുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. അപ്പോൾ ഈ ആക്രമണത്തോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ച കാര്യമുണ്ടായിരുന്നു, ഇവരുടെ നസ്രുള്ള എന്ന് പറയുന്ന ഇവരുടെ തലവനെ തന്നെ കൊലപ്പെടുത്തുമെന്നുള്ള രീതിയിലാണ് അവർ അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ തലവന്റെ തൊട്ട് താഴെയുള്ള ആളെ ഇപ്പോൾ തീർത്ത് കളഞ്ഞു. ഇവർ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രപരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വിചിത്രപരമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കും ഇവരെങ്ങനെയാണ് ഇത്രയ്ക്ക് വലിയ രീതിയിലുള്ള ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കൃത്യത വർഷങ്ങളായിട്ട് ഈ ഭീകരവാദികളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം 90 ലക്ഷത്തോളം ജൂതന്മാർ മാത്രമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന കേരളത്തിന്റെ പകുതി വലിപ്പമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പൗരന് അത്രത്തോളം വലിയ വില ഈ രാജ്യത്തെ ഭരണകൂടം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഭരണ പ്രതിപക്ഷ സഖ്യങ്ങളെ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഭീകരർക്കെതിരെയുള്ള നിലപാട് ഒരേ ഒരു നിലപാടേ എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് പരിപാടി തീർക്കണം, അധികം നാളൊന്നും ഈ ഭീകരവാദികളുടെ വിഷയങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ ഏർപ്പെടാൻ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഇബ്രാഹിം അക്കീലിൻ്റെ
എവിടെയാണ് ആക്രമിച്ചതെന്നുള്ളത് തമ്പനയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക. അതുപോലെയുള്ളൊരു ആക്രമണമായിരുന്നു. വർഷങ്ങളായിട്ട് അമേരിക്കയും പല രാജ്യങ്ങളും, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇയാളെ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഒരുപാട് ഭീകരവാദ സംഘടനകളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ ഹിസ്ബുള്ളക്ക് ഉപരിയായിട്ട് ഇങ്ങനെ സാധിച്ചിട്ടുണ്ടെന്നും ISIS-ന്റെയും ഹമാസിന്റെയും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെയും ഭീകര തലവന്മാരുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധം വെക്കാനും ഭീകരർക്ക് ഒന്നിച്ച് പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ഇവന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം കൃത്യമായിട്ട് നോട്ടമിട്ടിരിക്കുക എന്നുള്ള ലക്ഷ്യം അത് കുറെ നാളുകളായിട്ട് നമ്മുടെ ഇസ്രായേൽ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യമെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഞങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ മുഖ്യമായിട്ട് പേജർ എന്ന് പറയുന്ന ഇവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആശയവിനിമയത്തിന് വേണ്ടി മൊബൈൽ ഫോണിന് ഉപരിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനിടയിൽ ഈ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസ്രുള്ളയുടെ ഒരു വീഡിയോ കാണും. നമ്മൾ ആരും ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വലിയ അപകടമാണെന്നും ഇത് ചോർത്തിയെടുക്കാനായിട്ട് മൊസാദിന് സാധിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ കാര്യത്തിൽ മാത്രം ഇനി കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മതി. ഈ നസ്രുള്ളയെ പോലെയുള്ള ഇവരുടെ തലവന്മാർ പറഞ്ഞിരുന്നത് മൊബൈൽ ഫോണുകളിൽ പ്രശ്നമുണ്ടാവുന്നതാണ്. അവർ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള അവർ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ പേജർ എന്ന് പറയുന്ന വസ്തു, അല്ലെങ്കിൽ 5000-ഓളം പേജറുകളാണ് തായ്ലൻഡിൽ നിന്ന് ഇവർ ഇറക്കുമതി ചെയ്തത്. അതിനിടയിൽ ഈ തായ്ലൻഡിൽ നിന്ന് 3 മാസത്തെ ഒരു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കുറേ സംഭവങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ലെബനോനിലേക്ക് ഈ സാധനം ഹിസ്ബുള്ളയുടെ കയ്യിലെത്തുന്നത്. അതിനിടയിലാണ് വലിയ രീതിയിലുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ഇതിനുള്ളിൽ ഒരു ചെറിയ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ വെച്ചുകൊണ്ട് ഒരാൾ മരിക്കാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കയ്യിൽ വശം വെച്ച് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒറ്റ നിമിഷം കൊണ്ട് 3000-ഓളം പേജറുകൾ ഒരേ സമയത്ത് ലെബനോനിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ. അവരുടെ പ്രധാന തലവന്മാരെല്ലാവരും ആ ഒരു ആക്രമണത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ആ ആക്രമണത്തിൽ പരിക്കേൽക്കാത്ത ഒരു നേതാവും ഇന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നില്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ എന്തിനാണ് ഇറാന്റെ അംബാസിഡർ ലെബനോനിലെ വ്യക്തി ഈ പേജർ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഭീകരവാദികളുമായിട്ട് ഇറാന്റെ അവിടെയുള്ള എംബസി തലവന് പോലും നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ ഒരു ടീമാണ് ഭീകരവാദ രാഷ്ട്രങ്ങളെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ലെബനോനിൽ മാത്രമല്ല ഹിസ്ബുള്ള ചെയ്തത്, ഇറാനിലും ഇവർക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുണ്ട്. ഇവരുടെ ഓരോ നേതാക്കന്മാരും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സമയത്തും അവരെല്ലാം നശിച്ച് അല്ലെങ്കിൽ അവരെല്ലാം കൊലപ്പെടുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന എല്ലാ സമയങ്ങളിലും കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം പുറത്തേക്ക് വരും. ഇവരുടെയൊക്കെ തലവന്മാർ ഇസ്രായേലിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവരൊക്കെ ഭീകരവാദികൾക്ക് സാമ്പത്തികവും ആയുധവും എല്ലാം വലിയ രീതിയിൽ നൽകുന്നുണ്ട്. എത്ര ആയുധം നൽകിയാലും എത്ര തരത്തിൽ ഇവരുടെ ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും ഇസ്രായേലിന് ഇതെല്ലാം കൃത്യമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള ടെക്നോളജി ഉണ്ട്, ആയുധമുണ്ട്, ആൾബലമുണ്ട്, ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയുടെയും അമേരിക്കയുടെയും പിന്തുണയുണ്ട്. അപ്പോൾ ഇറാൻ പോലും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. ഇസ്രായേലിനെ പിന്തുണക്കുന്നതിന്റെ പേരിൽ തന്നെയാണ്. അതിനേക്കെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ പോലും പരസ്യമായിട്ട് ഇസ്രായേലിനൊപ്പമാണ്. അവർക്കെതിരെയുള്ള പ്രമേയത്തിൽ പോലും UN-ൽ നിന്ന് ആ ഒട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ഇന്ത്യ തയ്യാറായി എന്നുള്ളൊരു കരുത്തുറ്റ നിലപാട് പോലും നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായി. അപ്പം എങ്ങനെയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ ഹിസ്ബുള്ളയും ഈ ഇസ്രായേലിന്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാം. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.